കേട്ടതിൻ്റെ ഞെട്ടലിൽ മാളു കണ്ണും മേയിച്ച് അവനെ നോക്കിയിരുന്നു. കല്യാണമോ? അവൾക്ക് വാക്കുകൾ വരുന്നുണ്ടായിരുന്നില്ല. വിശ്വമാമ കൊണ്ടുവന്ന ആലോചനയാ. നിനക്കറിയില്ലേ മാമയുടെ മോൾ ജാനിയെ? ഭാവവ്യത്യാസം ഒന്നില്ലാതെ ഗൗതം പറഞ്ഞു. അവളോ? അവൾക്ക് വേറെ ആളുണ്ടല്ലോ, മാളു പെട്ടെന്ന് പറഞ്ഞു. ഗൗതം അവളെ ഒഴിവാക്കാൻ വേണ്ടി കള്ളം പറയുവാണോ എന്ന് അവൾക്ക് സംശയം തോന്നി. അവളല്ല, അവൾ എനിക്ക് അനിയത്തിയെ പോലെയല്ലേ, അവൾക്ക് അറിയുന്ന കുട്ടിയാ. അങ്ങനെ വന്ന ആലോചനയാ? അല്ല, അവൾക്ക് വേറെ ആളുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? ഗൗതം അവളെ കണ്ണു കുറിപ്പിച്ചു നോക്കി. ഇതിലെത്ര നോക്കാനൊന്നുമില്ല. വർഷം കുറെ ആയില്ലേ നിങ്ങളുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ശത്രുക്കളായിട്ടുള്ള മുറപ്പെണ്ണുങ്ങൾ ഒന്നും ഇല്ലെന്ന് ഞാൻ ആദ്യം തന്നെ ഉറപ്പിച്ചതാ, അവൾ ചുണ്ടുപൊട്ടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ഭാവം കണ്ട് ഗൗതമിന് ചിരി വന്നു. അവൻ പറഞ്ഞതൊന്നും അവൾ വിശ്വസിച്ചിട്ടില്ല എന്നവന് തോന്നി. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്നെ ഒഴിവാക്കാൻ ആണെന്ന് എനിക്ക് നല്ലോണം അറിയാൻ. ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ എന്നെ ഒഴിവാക്കാം എന്ന് വിചാരിക്കണ്ട, അവൾ പറഞ്ഞു. വേണ്ട, നിന്റെ ബീനാമ പറയുമ്പോൾ വിശ്വാസമാകുമല്ലോ. ഗൗതം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു അമ്മയെ വിളിച്ചു. ഹലോ അമ്മേ, വീട്ടൊരാൾക്ക് ഭയങ്കര സംശയം. എൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അമ്മ തന്നെ പറ. അവൻ ഫോൺ മാളുവിന് കൊടുത്തു. അവൻ്റെ സംസാരത്തിൽ നിന്നും മാളുവിനുള്ള സർപ്രൈസ് ആണെന്ന് ബീനാമ്മക്ക് മനസ്സിലായിരുന്നു. ഇത് സത്യമാണോ ബീനാമേ? ഫോൺ വാങ്ങിയ ഉടനെ അവൾ ചോദിച്ചു. നല്ല കുട്ടിയാ മോളെ, അമ്മക്ക് നല്ലോണം ഇഷ്ടമായി. മോനുവിന് നന്നായി ചേരും, ബീന പറഞ്ഞു. ബീനയുടെ വാക്കുകൾ കേട്ട് മാളുവിന് വേദന തോന്നി. അപ്പോൾ തൻ്റെ സ്നേഹം ആയതും മനസ്സിലാക്കിയിട്ടില്ല, അതോ ഞാൻ ഗൗതമേട്ടന് ചേരില്ല എന്ന് തോന്നിയോ? കൂടുതലൊന്നും ചോദിക്കാതെ അവൾ കാൾ കട്ട് ചെയ്തു. അവളുടെ വിഷമം കണ്ടിട്ട് ഗൗതമിന് നെഞ്ചിൽ ഒരു നീറ്റൽ തോന്നിയെങ്കിലും നാളെ അവൾക്ക് കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് ആലോചിച്ചപ്പോൾ അവൻ സ്വയം നിയന്ത്രിച്ചു. ഒന്നുമില്ലെങ്കിലും നീ കുറച്ചുനാൾ എന്നെ സ്നേഹിച്ചതല്ലേ, അതാ നിന്നോട് പറയാം എന്ന് വിചാരിച്ചത്. പെണ്ണിൻ്റെ അച്ഛനും ഓക്കെയായി സംസാരിച്ചു, വാക്കാൽ ഉറപ്പിച്ചു. നാട്ടിൽ ചെന്നാൽ ഉടനെ പോയി പെണ്ണ് കാണണം. ഗൗതം ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. നടക്കില്ല, ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇത്രയും നാൾ പിറകെ നടന്നപ്പോൾ ഒന്നും നിങ്ങൾക്ക് കല്യാണമേ വേണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ തപസ് ചെയ്യുന്ന വിശ്വാമിത്രനെ പോലെ നടന്നിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കാൻ നടക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും നാൾ പിറകെ നടന്നതിനൊക്കെ ആര് സമാധാനം പറയും? മാള് പെട്ടെന്ന് തന്നെ പോയ എനർജിയൊക്കെ വീണ്ടെടുത്ത് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞോ എൻ്റെ പിറകെ നടക്കാൻ? പിന്നെ കല്യാണം ഉറപ്പിച്ചത് ഞാനല്ല, അമ്മയാ. ആ പെണ്ണിന് ഇത്തിരി വട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞപ്പോൾ അമ്മക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്. അങ്ങനെ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചാൽ പുണ്യം കിട്ടുമെന്ന്. അപ്പോൾ പിന്നെ ഞാനും എതിരെ പറഞ്ഞില്ല. നമ്മൾ കാരണം ഒരു ജീവിതം രക്ഷപ്പെടുമെങ്കിൽ നല്ലതല്ലേ? ഗൗതം അവന് വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാനോ? എൻ്റെ ജീവിതമോ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്നോട് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ഇത്രയും വർഷം എന്നെ ഇട്ട് പിറകെ നടത്തിച്ചതെന്തിനാ? മാളു ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു. നിന്നോട് ഞാൻ തുടക്കം മുതലേ അങ്ങനെ തന്നെ അല്ലേ പറയുന്നത്? എപ്പോഴെങ്കിലും ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ ഒരു ചിരിയോടെ ചോദിച്ചു. അത് കേട്ട് അവളുടെ മുഖം മങ്ങി. സത്യമാണ്, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്ന്. എന്നും പിന്നാലെ നടന്നത് താൻ മാത്രമായിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ വയ്യ, അത്രക്കും ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞുപോയി. എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുകിൽ നമ്മുടെ കല്യാണം നടക്കും, അല്ലെങ്കിൽ നമുക്ക് കല്യാണമേ നടക്കില്ല, മാളു വീറോടെ പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ നീ ചെയ്യ്. നാളെ പെണ്ണ് കാണൽ ഉണ്ട്, നീയും കൂടി വരണം. നിനക്ക് എന്നെ നല്ലോണം അറിയാമല്ലോ. ഒരു പെണ്ണിനല്ലേ മറ്റൊരു പെണ്ണിനെ മനസ്സിലാകൂ. നീ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണം. ഞാൻ രാവിലെ വീട്ടിൽ വന്ന് വിളിക്കാം നിന്നെ. ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഇരിക്കുന്ന അവളുടെ മുഖം കാണും തോറും അവന് ചിരി സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം അവളോട് തുറന്നു പറഞ്ഞ് പൂർണ്ണമായി അവളെ സ്വീകരിക്കാൻ ഇത്തിരി സമയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് അവളുടെ ഒടുക്കത്തെ ഒരു പ്രേമം. അവൻ സ്വയം ഓർത്തു. ഞാൻ വരുന്നില്ല, എന്നെയും കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണാൻ പോകാം എന്ന് ആരും വിചാരിക്കണ്ട. വർഷങ്ങൾ കൊണ്ട് കാത്തു സൂക്ഷിക്കുന്ന കസ്തൂരി മാമ്പയം അങ്ങനെ വല്ലവനും അത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞവൾ ദേഷ്യത്തോടെ കാറിൽ കയറി. പിന്നീടുള്ള യാത്രയിൽ ഉടനീളം അവൾ മൗനം പാലിച്ചു മുഖം വീർപ്പിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തന്നെ ദേഷ്യത്തിൽ നോക്കി പിറുപിറുക്കുന്ന അവളെ കണ്ടപ്പോഴൊക്കെ ഗൗതം ചിരി നിയന്ത്രിക്കാൻ കഷ്ടപ്പെട്ടു. എയർപോർട്ടിൽ വെച്ച് പ്രിയയും ജീവനെയും കണ്ടിട്ടും അവൾ ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷേ ദേഷ്യവും വിഷമവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന മാളുവിൻ്റെ മുഖം പ്രിയക്ക് വല്ലാത്ത സന്തോഷം നൽകി. ഗൗതവും പ്രിയയും തമ്മിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് അവൾ ഊഹിച്ചു. അവൾ ഗൗതമിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ മൂഡ് ശരിയല്ല എന്ന് പറഞ്ഞ് ഗൗതം ഒഴിവാക്കി. മാളുവാണതിന് കാരണം എന്ന് തോന്നിയതിനാൽ പ്രിയ തെല്ലൊരു സമാധാനത്തോടെ പിൻവലിഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും മാളുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കല്യാണം ഉറപ്പിച്ചത്രേ. എന്നോട് എങ്ങനെ പറയാൻ വേണ്ടി എങ്ങനെ ധൈര്യം വന്നു? കാണിച്ചു തരാൻ ഞാൻ. ഈ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം, അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്നാലും ഇങ്ങനെ ഇപ്പം ഒന്ന് മുടക്കുക? എൻ്റെ വയറ്റിൽ കുട്ടിയുണ്ടെന്ന് പറഞ്ഞാലോ? അവൾ വയർ തടവി. വേണ്ട, ആകെ നാണക്കേടാകും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പരിശോധന നടത്തുമല്ലോ. അവൾ വിരൽ കടിച്ചുകൊണ്ട് ആലോചിച്ചു. രണ്ടാം ഘട്ടം വല്ലതും ആയിരുന്നെങ്കിൽ വിവാഹ തട്ടിപ്പ് വീരൻ ആണെന്ന് പറഞ്ഞെങ്കിലും മുടക്കാമായിരുന്നു. ഇയാൾക്ക് ആ ശാലിനിയെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്തുകൂടായിരുന്നു? അവൾ തലയിൽ കൈവച്ചു ആലോചിച്ചു. രാത്രി മുഴുവൻ ആലോചിച്ച് തന്നെ കിടന്നു അവൾ.
രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതും കൊണ്ടിരുന്നാൽ പ്ലാനിംഗ് ഒന്നും നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് പെട്ടെന്ന് കയറി കുളിച്ചിട്ട് അവൾ താഴേക്ക് ചെന്നു. അച്ഛനും അമ്മയും കൂടി കാര്യമായി എന്തോ ഒരുക്കുന്ന തിരക്കിലാണ്. എന്തിനാണാവോ അവൾ തലയും തുറത്തിക്കൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് ഉറങ്ങിയപ്പോൾ മനീഷ് ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അകത്തേക്ക് കയറിപ്പോയി. മാളു ഇതെന്താ കഥ എന്ന മട്ടിൽ അവനെ നോക്കി. അപ്പോഴാണ് ഗൗതത്തിൻ്റെ കാർ അവിടേക്ക് വന്നത്. ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയത് ഗൗതമാണ്. അവനെ കണ്ടതും ഇന്നലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. ഓഹോ, പെണ്ണ് കാണാൻ ഞാൻ കൂടെ ചെല്ലില്ല എന്ന് കണ്ടിട്ട് വിളിക്കാൻ വന്നേക്കുക. എങ്ങനെ എന്നെ കൊണ്ട് പോകുന്നു എന്നൊന്ന് കാണാമല്ലോ. അവൾ ചുണ്ടും കൂട്ടി അകത്തേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ട് ചിരടക്കി പിടിച്ചു ബാക്കിയുള്ളവരും. മാളു നേരെ അവളുടെ റൂമിൽ പോയിരുന്നു. മോഹൻ അവരെ സ്വീകരിച്ചു, അകത്തേക്കിരുത്തി. മനീഷ് മുറിക്ക് പുറത്തേക്ക് വന്നതേ ഇല്ല. മോൻ എവിടെ പോയി? വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, പുറത്തേക്ക് കണ്ടില്ലല്ലോ, വാസുദേവൻ ചോദിച്ചു. അവൻ്റെ കാര്യം പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ദർശനുമായുള്ള ബന്ധം ഉറപ്പിക്കാത്തതിൻ്റെ ദേഷ്യമാ. അത് കാര്യമേക്കേണ്ട, പതുക്കെ മാറിക്കോളും. നിങ്ങൾ ഇരിക്ക്. സോഫയിൽ ഇരുന്നെങ്കിലും ഗൗതമിൻ്റെ കണ്ണുകൾ മാളുവിന് വേണ്ടി പരതി. അത് മനസ്സിലാക്കിയ മോഹൻ ദിവ്യയോട് മാളുവിനെ വിളിക്കാൻ പറഞ്ഞു. അവൻ്റെ ഭാവം എല്ലാവരും ശ്രദ്ധിച്ചു എന്നറിഞ്ഞും ഗൗതം ചെറുതായി ഒന്ന് ചമ്മി. പക്ഷെ അവൻ അങ്ങ് അധികം പുറത്തു കാണിച്ചില്ല. മുറിയിലേക്ക് വന്ന ദിവ്യ നോക്കുമ്പോൾ മാളു ബെഡിൽ കൈയും കെട്ടിയിരിക്കുവാണ്. മുഖം ദേഷ്യം വന്ന് ഉയർത്തിരിക്കുന്നു. ഇടയ്ക്കിടെ ചിണുങ്ങിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. മാളു, നിന്നെയാ വിളിച്ച്. പെട്ടെന്ന് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് താഴേക്ക് വാ. അവരൊക്കെ വന്നത് കണ്ടില്ലേ? ദിവ്യ അവളെ വഴക്കു പറഞ്ഞു. താൻ പെണ്ണ് കാണാൻ കൂടെ ചെല്ലാൻ വേണ്ടിയാണ് അമ്മ പറയുന്നതെന്ന് മാളു ഊഹിച്ചു. അല്ലെങ്കിൽ ഡ്രസ് മാറാൻ പറയേണ്ട കാര്യം ഇല്ലല്ലോ. മാളു ദിവ്യ ദേഷ്യത്തോടെ ഒന്നുകൂടി വിളിച്ചതും മാളു ചാടി എഴുന്നേറ്റ് റെഡിയാകാൻ പോയി. ആദ്യം അവൾ സ്ഥിരമായി ഇടുന്ന ഒരു സാധാ ചുരിദാർ എടുത്തിട്ടു. ശേഷം കണ്ണാടി മുമ്പിൽ നിന്ന് മുടി ചീകുമ്പോൾ ആണ് അവൾക്ക് വേറൊരു ഐഡിയ തോന്നുന്നത്. അല്ലെങ്കിൽ ഞാനെന്തിനാ ഇങ്ങനെ മോശമായിട്ടൊരുങ്ങുന്നത്? അവൾ പെട്ടെന്ന് റെഡ് കളറിൽ ഉള്ള കോട്ടൺ ലോങ് ചുരിദാർ എടുത്തിട്ടു. കണ്ണൊക്കെ നല്ല നീട്ടി എഴുതി, മുടിയും അയച്ചിട്ട് പൊട്ടുകുത്തി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ പതിവിലും സുന്ദരിയായവൾക്ക് തോന്നി. ഇന്നെൻ്റെ കണ്ണിൻ്റെ നഷ്ടബോധം തോന്നണം. നിങ്ങളെ വീഴ്ത്താൻ പറ്റുമോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. വേറെ പെണ്ണ് കാണണം അല്ലേ? ശരിയാക്കി തരാം ഞാൻ, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. ദിവ്യ ഇവിടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴുക്കുമായിരുന്നു. മാളുവിനെ കണ്ടതും ഒന്ന് ചിരിച്ചു. അവൾ വാശിക്കൊട്ടും ഒരുങ്ങാതെ വരും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരുങ്ങിയിട്ടുണ്ട്. മാളു, നീ ജ്യൂസ് എടുത്ത് ഹാളിലേക്ക് ചെല്ല്. അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ദിവ്യ ധൃതി പിടിച്ചു. മാളു സ്ലാബിൻ്റെ മുകളിൽ കയറിയിരുന്നു. എനിക്കൊന്നും വയ്യ, അയാളുടെ മറ്റവളോട് വന്നു കൊടുക്കാൻ പറ. ദിവ്യ അവളെ രൂക്ഷമായി നോക്കി. നിന്നോട് പറഞ്ഞത് ചെയ്യുമാളൂ. ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ല. പെണ്ണു കാണാൻ പോകുന്ന ആൾക്കെന്തിനാ നമ്മുടെ വീട്ടിൽ നിന്നും കുടിക്കാൻ കൊടുക്കുന്നേ? അവിടെ ചെന്ന് കുടിക്കാൻ പറ. വെറുതെ ആ ജ്യൂസും കൂടി വേസ്റ്റാക്കാൻ. അവൾ പറയുന്നത് കേട്ട ദിവ്യ അവളുടെ കയ്യിൽ ചെറുതായി അടിച്ചു. മിണ്ടാതെ പറഞ്ഞത് ചെയ്യുമാളോ. അവരൊക്കെ ദാ ഉമ്രത്തി ഇരിപ്പുണ്ട്. നീ പറയുന്നതൊക്കെ കേട്ടാൽ എന്ത് വിചാരിക്കും? കിട്ടും നിനക്കെൻ്റെ കയ്യിൽ നിന്നും. മര്യാദക്ക് ആ ജ്യൂസും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വാ. ദിവ്യ കഴിക്കാനുള്ള കേക്കും ലഡുവും കൂടി 2 പ്ലേറ്റിൽ എടുത്തുകൊണ്ട് ഹാളിലേക്ക് പോയി. മാളു പിണങ്ങിയ മുഖത്തോടെ ജ്യൂസും കൊണ്ട് പിറകെയും. ഹാളിൽ ഇരിക്കുന്ന ഗൗതമിനെ കണ്ടതും അവളുടെ ദേഷ്യം ഒന്നുകൂടെ കൂടി. ഗൗതം അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. അവൻ അത് അവൾക്ക് കിട്ടാൻ പോകുന്ന സർപ്രൈസ് ഉദ്ദേശിച്ച് ചിരിച്ചതാണെങ്കിലും മാളുവിന് അവളെ പുച്ഛിക്കുന്നത് പോലെ തോന്നി. തനിക്ക് ജ്യൂസ് വേണമല്ലേ? തരാം ഞാൻ. എന്നെ തേച്ചിട്ട് എൻ്റെ വീട്ടിൽ ജ്യൂസും ലഡുവും കഴിക്കാൻ വന്നേക്കുന്നു, നാണമില്ലാത്ത മനുഷ്യൻ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്നു. ബീനയും വാസുദേവനും അവളെ നോക്കി ചിരിച്ചെങ്കിലും അവൾ തിരിച്ചു ചിരിച്ചില്ല. പിണക്കത്തോടെ ചുണ്ടുകൊട്ടി കാണിച്ചു. അറ്റത്തിരിക്കുന്ന ഗൗതമിനെ ഒഴിവാക്കി അവൾ അടുത്തിരിക്കുന്ന ബീനക്ക് ആദ്യം ജ്യൂസ് കൊടുത്തു. ഇത് പ്രതീക്ഷിച്ചതാണ് കൊണ്ട് ഗൗതം ശരിയടക്കി ഗൗരവത്തിൽ ഇരുന്നു. പിന്നെയും ബീന അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കവളിൽ കൈവച്ചപ്പോൾ അവൾക്ക് പിണക്കം നടിച്ചിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിലും അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഗൗതമേട്ടൻ്റെ ഇഷ്ടമാണെന്ന് ഒരിക്കൽ പോലും ബീനാമ്മയോട് പറഞ്ഞിട്ടില്ല. പറയാതെങ്ങനെ അറിയാനാ? അതൊക്കെ ആലോചിച്ചപ്പോൾ അവളുടെ പിണക്കം മാറി. അവൾ ചിരിയോടെ തന്നെ ബാക്കി എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു. ഹാൾ ഇരുന്ന് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടും ഗൗതമിൻ്റെ ഗ്ലാസ് ആ ട്രേയിൽ തന്നെ ഇരുന്നു. മാളു, എന്താ ഇത്? നീ മോന് മാത്രം കൊടുത്തില്ലല്ലോ. ദിവ്യ ഇത്തിരി ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു. ഒരു മോൻ വന്നേക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് എടുത്തു മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു. എന്നിട്ട് ഗൗതമിനെ ദേഷ്യത്തോടെ നോക്കി. ദിവ്യ പിന്നെയും അവളോട് ദേഷ്യപ്പെടാൻ പോകുന്ന കണ്ട ഗൗതം തടഞ്ഞു. സാരമില്ല ആൻറ്റി, ഇപ്പോൾ ഇത് കുടിച്ചാൽ പിന്നെ ചായ കുടിക്കാൻ പറ്റില്ലല്ലോ, അവൻ ഒരു കണ്ണിറുക്കി പറഞ്ഞു. അപ്പോഴാണ് മാളുവിനെ പറ്റിച്ചു കൊണ്ടിരിക്കുവാണല്ലോ എന്ന് ദിവ്യക്ക് ഓർമ്മ വന്നത്. ദിവ്യ മാളുവിനെ ചേർത്ത് പിടിച്ചു. ശരിക്കും നോക്കിക്കോ, പിന്നെ ചിന്തിക്കാൻ അവസരം കിട്ടി എന്ന് വരില്ല. ഈ പെണ്ണിനെ തന്നെ വേണോ ബീനെ? ഗൗതമിനെ നോക്കി നിന്ന മാളുവിന് പെട്ടെന്ന് ദിവ്യയുടെ വാക്കുകൾ മനസ്സിലായില്ല. ഓഹോ, അവളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാതിൽക്കലേക്ക് നോക്കി. പക്ഷെ ആരെയും കണ്ടില്ല.
അമ്മയെയും അച്ഛനെയും നോക്കിയപ്പോൾ അവളെ നോക്കി ചിരിക്കുന്നു. അമ്മ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ആലോചിച്ചു നോക്കിയപ്പോൾ അവൾ ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. എല്ലാവരും അവളെ തന്നെ നോക്കി ഇരിക്കുകയാണ്. എല്ലാ മുഖങ്ങളിലും നിറഞ്ഞ സന്തോഷം. ബീന എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് കവളിൽ കൈ ചേർത്തു. എൻ്റെ ഈ മോളെ ഗൗതമിന് വേണ്ടി ആലോചിക്കുന്ന കാര്യമാണ് അമ്മ പറഞ്ഞത്. നിന്നേക്കാൾ അവനെ മനസ്സിലാക്കാൻ മറ്റാർക്കാ പറ്റുക? മോൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അമ്മ ഇന്നലെ അങ്ങനെ പറഞ്ഞത്. വിഷമമായ മോൾക്ക് അവൾ ഇല്ലെന്ന് തലയാട്ടി. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾക്ക്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു രംഗം. ഗൗതമിനെ നോക്കിയപ്പോൾ അതേ കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഇത്തവണ ആ കണ്ണുകളിൽ പുച്ഛത്തിന് പകരം കുസൃതിയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. അവൾ പരിസരം മറന്നു അവനെ തന്നെ നോക്കി നിന്നു. അവനെ ആദ്യമായി കണ്ട നാൾ മുതലുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി. സന്തോഷം സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് പോലും തോന്നി അവൾക്ക്. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അവളുടെ അടുത്ത നീക്കം പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചു. അവൾ ഓടിച്ചെന്ന് സോഫയുടെ കൈവരിയിൽ ചെന്നിരുന്നു. അവൾ എന്തിനാ വന്നതെന്ന് ഗൗതം ആലോചിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ഗൗതമിന് അവൻ്റെ ശ്വാസം നിന്നു പോകും പോലെ തോന്നി. ഒരിക്കലും ഇങ്ങനെ ഒന്നും അവൻ പ്രതീക്ഷിച്ചില്ല. കണ്ണുകൾ ചിമ്മാൻ പോലും മറന്നുപോയി അവൻ. മോളുടെ പ്രവൃത്തി കണ്ട മോഹൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജ്യൂസ് നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ചുമയാണ് മാളുവിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ചുറ്റും ഇത്രയും ആളുകൾ ഉണ്ടെന്നൊന്നും അവൾ ഓർത്തിരുന്നില്ല. എല്ലാവരെയും നോക്കിയപ്പോൾ കണ്ണുകൾ പുറത്തു വരും എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് കണ്ടു. ഗൗതമിൻ്റെ അവസ്ഥയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആയിരുന്നു. അവൾ ചമ്മലോടെ ചാടി എഴുന്നേറ്റ്. അത് പിന്നെ പെട്ടെന്ന് സന്തോഷം വന്നപ്പോൾ അവൾ തല താഴ്ത്തി പറഞ്ഞു. തല ഉയർത്തി നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാവരെയും ആക്കിയുള്ള ചിരി കേട്ടപ്പോൾ ആണ് ഗൗതം മാളു അടുത്തില്ല എന്ന് മനസ്സിലാക്കുന്നത്. അവൻ കവളിലേക്ക് കൈവച്ചു. അവളുടെ ചുണ്ടുകൾ ഇപ്പോഴും അവിടുള്ള പോലെ. തലയും താഴ്ത്തി നാണിച്ച് ചുമന്ന് നിൽക്കുന്ന മാളുവിനെ കണ്ടപ്പോൾ തൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നതായി തോന്നി അവന്. അവൻ നെഞ്ചിൽ കൈവച്ചു. ഗൗതമിൻ്റെ ഈ ഭാവങ്ങളൊക്കെ ബീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ മനസ്സ് മാറി തുടങ്ങുന്നെന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ അവർ നോക്കി കണ്ടു നിന്നു.